എന്തിനായി സുവിശേഷം? വയറ്റിപ്പഴപ്പിനല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആരോഗ്യമുള്ളവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ്. എനിക്കറിയാം അനേക ദൈവദാസന്മാരെ നന്നായിട്ട് ജോലി ചെയ്ത് ഈ വേല ചെയ്യുന്ന ആൾക്കാരുണ്ട്. റബ്ബർ വെട്ടാൻ പോയിട്ട് അതിൻ്റെ ലഭിക്കുന്നത് കൊണ്ട് വേല ചെയ്യുന്നവരെ എനിക്കറിയാം. അടുക്കള ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ചില മാന്യ സ്ത്രീകളെ എനിക്കറിയാം. അടുക്കളപ്പണിയൊന്നും മോശമായ പണിയല്ല, നല്ല പണിയാണ് അടുക്കളപ്പണി. ഒരു ജോലിയും ചെയ്യാത്ത അമ്മാമ്മയെക്കാളും നല്ലത് അടുക്കള ജോലി ചെയ്യുന്നത് അങ്കയാണ്. അതെ, എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ചിലരെ പറ്റി നല്ല രീതിയിലല്ല പറയുന്നത്. മുനിസിപ്പാലിറ്റി തൂത്തുവാര, അത് അവർ നല്ല സ്ത്രീയാ, അല്ല നല്ലൊരു സഹോദരനാ, വൃത്തിയാക്കുന്നുണ്ടല്ലോ. നീ റോഡിൽ പോകുമ്പോഴെല്ലാം അങ്ങ് തുപ്പുക. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയുന്നില്ല അല്ലേ, കൈ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുകയും എല്ലാം വൃത്തികേടാക്കുക. അതുങ്ങൾ രാവിലെ വന്ന് അതെല്ലാം വൃത്തിയാക്കുന്നില്ല, അത് നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയും ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന്. അത് ജോലി ചെയ്തിട്ടല്ലേ. ഒരു പണിയും ചെയ്യാതൊരു ശമ്പളം മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ഓഫീസിൽ ചെന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. ഒരു പണിയില്ലെങ്കിലും നമ്മുടെ ഒരു കാര്യത്തിന് തന്നെ അടുത്ത ആഴ്ച വരാൻ സാറില്ലെന്ന് ചുമ്മാല. എന്നാൽ ചില പിടിപ്പുള്ളവനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും കാശുള്ളവനും ചെല്ലുമ്പോൾ ഇവൻ തുള്ളിക്കൊണ്ടല്ല ചെയ്യും. ഇപ്പം പിന്നെ കുറച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. എല്ലായിടത്തും വീഡിയോയും ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഉറങ്ങിയാൽ വന്നാലും കൊച്ചുങ്ങളെന്ന് പിടിച്ചെന്താണ്ടിരുന്ന് ഉറങ്ങുന്നെന്ന് പറയും. അങ്ങനത്തെ കാലമായി. അത് നല്ലതാണ്. അപ്പം എന്തായാലും ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ഭിക്ഷയെടുക്കുക, അവർക്ക് വേറെ സാവകാശമില്ല. പിടിച്ചു പറിക്കുന്നില്ലല്ലോ. പിടിച്ചു പറിക്കുന്നവനേക്കാളും മാന്യത ഭിക്ഷയെടുക്കുന്നവൻ. അവൻ ചോദിക്കുക വല്ലതും തരണം, കൈയിട്ട് വാരുന്നില്ലല്ലോ. അതിൻ്റെ മാന്യതയുണ്ട്. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ഒന്നും കുറച്ച് കാണരുത്. നമ്മുടെ ആൾക്കാർ ചിലര് ഇവിടെ ഒരു ജോലിയും ചെയ്യത്തില്ല. കുടുംബശ്രേഷ്ഠതയും വിദ്യാനിപുണതയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കും. എന്നാൽ പേർഷ്യയിലും മറ്റ് രാജ്യങ്ങളിൽ ചേർന്ന് ചെയ്യുന്ന ജോലി കണ്ട അയ്യോ ഇവൻ തന്നെ ആന്നോ. വിമാനത്തെ കയറി കഴിയുമ്പോൾ പിന്നെ ഏത് ജോലി? അതുകൊണ്ട് ഞാനും ചിന്തിക്കുന്നത് നിങ്ങളെല്ലാം ഒന്ന് വിമാനത്തെ പോയിച്ച് വരുന്ന നല്ലതാ. വിമാനത്തെ കയറിയാലേ ജോലി ചെയ്യുള്ളൂ. മറുനാട്ടിൽ ചെന്ന് ഏത് ജോലിയും ചെയ്യും. ആ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ അതുപോലെ ജോലി ചെയ്താൽ ഈ രാജ്യം എത്ര നല്ലതാ. ചിലര് പറയാറുണ്ട് കേരളം കൊള്ളുകയല്ലെന്ന്. എടാ വിവരദോഷി, ഇതുപോലെ നല്ലൊരു രാജ്യം, പഴയ ഭാഷയിലാണ് ഞാൻ കേരള രാജ്യമെന്ന് പറയുന്നത്. പഴയ രീതി വെച്ച ഇപ്പം സംസ്ഥാനം ഇതിൽ എൻ്റെ ഭാഷയെ പറയാം. ഇതുപോലുള്ള നല്ല രാജ്യം ഉലകത്തിലില്ല. അപ്പം നിങ്ങൾ പറയാം അയാൾ വേറെങ്ങും പോകാത്തതിൻ്റെ വെളിവുകേടായിരുന്നു ഈ പറയുന്നെന്ന്. എത്ര നല്ല സുന്ദരമായ രാജ്യമായി കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയായി പറയാനേ. നല്ല സ്ഥലമാണ് നമ്മുടെ ഈ സംസ്ഥാനം, രാജ്യം കേരളം. കവി പണ്ട് ഒരു വരി പാടി, പാരം കരിമ്പു പനസം മുളകേലമിഞ്ചി. ഇവിടെ ഇതൊക്കെ പാരം കരിമ്പ്, നല്ല കരിമ്പ്. പാരം കരിമ്പു പനസം, പനസം കുമ്പളം ഉണ്ടാക്കി അടിച്ചാ വന്നിരിക്കുന്നത്. ചക്ക. പാരം കരിമ്പ് പനസം മുളകേല ഇഞ്ചി കേരം കവങ്ങ് തളർവെറ്റില ഏത്തവാഴ. നല്ല നേന്ത്രക്ക നമ്മുടെ ഇവിടെ തന്നെ. ഇവിടെ നിന്നൊക്കെ കയറി പോകുന്നതേ ഉള്ളൂ. വയനാടനും അത്ര പോരാ, തമിഴ്നാടും പോരാ. നല്ല സാധനം നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ. നിനക്ക് ഇതിൻ്റെ മഹത്വം അറിയാൻ മേലാഞ്ഞിട്ടാ. നീ മറുനാട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ മഹത്വം എന്നാന്ന്. മനസ്സിലായോ? പാരം കരിമ്പു പനസം മുളകേല ഇഞ്ചി കേരം കവങ്ങ് തളർവെറ്റില ഏത്തവാഴ. ഈ രമ്യ വസ്തുതക ചേർന്നു വിളങ്ങുമീ നൽ
പാരാഗ്രകൽപതരു മണ്ഡിത നന്ദനാപം. ഇക്കേരളാക്യ വിഷയത്തിനു നേർകിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ സഖ്യപർവ്വതം. ദൈവത്തിന്റെ മഹാസൃഷ്ടി എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഈ സംസ്ഥാനത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ കേരളത്തിൽ ജനിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാകട്ടോ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അയാൾ കേരളത്തെ പറ്റി വർണ്ണിക്കാനാന്നോ കാലം കിടയില്ലാതെ വന്നത്? ഞങ്ങൾ വചനം കേൾക്കാനാ? ഇതാദ്യം ഒന്ന് കേക്ക്. നമ്മൾ പാർക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ്. ഇവിടുന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളം ഇവിടുത്തെ റോഡ് തമിഴ്നാട്ടിൽ ആ മെയിൻ റോഡേ ഉള്ളു നല്ലത്. ഇടയ്ക്കോട്ടൊക്കെ ചെല്ലണം. ഇവിടെ ഏത് വഴി പോയാലും റോഡുണ്ട്, ഏത് വീട്ടിലും ചെന്ന് കയറാം. നല്ല റോഡാണ്. പിന്നെ ചില സ്ഥലത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ ശരിയാക്കട്ടെ. നല്ല നല്ല വെള്ളമല്ലേ? കിണറ്റിൽ നിന്ന് കോരി വെള്ളം കുടിക്കരുതോ? കിണറ്റിൽ നിന്ന് ഏറ്റവും കുപ്പിവെള്ളം വിലയ്ക്ക് മേടിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഒരു കിണർ കുത്തിച്ചിട്ട് വെള്ളം എടുക്കാൻ പറഞ്ഞാൽ ഊപ്പാട് വരികയുള്ളൂ, കിട്ടുകയില്ല. ഇവിടെ നല്ല കിണർ കുത്തിയാൽ നല്ല ഒന്നാന്തരം വെള്ളം. പഴയ ആൾക്കാർ പറയും കുടിക്കുന്ന വെള്ളത്തെ തടിക്കുമെന്ന്. അത്ര വെള്ളമാണ് ഇവിടുത്തെ വെള്ളം. ഇവിടെ എന്തിനാ കുഴപ്പം? ആട്ടെ, ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവർ പറയും ഓ അയാളത് പറയാൻ വന്നേക്കാന്ന്. നല്ല സ്ഥലമായത് അല്ല. ഇച്ചീച്ചിയാന്ന് പറഞ്ഞ ആൾക്കാർ കോവിഡിന്റെ ആരംഭ സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് വരിക കേരളത്തിലോട്ട്. ഓർക്കുന്നില്ലയോ? കോവിഡിന്റെ ആരംഭ സമയം റാന്നിയിലെ വന്നു. ഓരോരുത്തർ വരിക. അപ്പൊ ഇവിടെ ഉള്ളവർ ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പൊ ഇത് നല്ല രാജ്യം തന്നെ. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ഈ രാജ്യത്ത് ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിന് ഭാഗ്യത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മറ്റ് മുഖവരകളൊന്നും പറയുന്നില്ല. അപ്പോൾ സുവിശേഷം, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? ഓർപ്പിച്ചല്ലോ, മതം മാറ്റാനല്ല, സഭ മാറ്റാനല്ല, ആൾക്കാരെ കൂട്ടാനല്ല. എന്തിനാ സുവിശേഷം? വായിച്ചേ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12. എന്തിനാണ് സുവിശേഷം? തീത്തോസ് 2:11-12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. പ്രാരംഭ പദം ഇങ്ങനെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ദൈവത്തിന് മഹത്വം. അപ്പോൾ മോളെ, നീ അവിടെ അവിടെ അടങ്ങിയിരിക്കും. അവള് കിടന്ന് ഓടുന്നു. ബാത്റൂമിൽ പോകണോ? അന്ന് എവിടെ ബാത്റൂം? അവളെ വിട്. അവിടെ വല്ല ഇരുന്ന് സാധിച്ചാൽ പിന്നെ ചെല്ലും മോളെ, ഇതിലേ പോടി. അവളെ കൊണ്ടുപോയിട്ട് 2 പേരും ഇഞ്ഞു വാ. ഇനി ആർക്കെങ്കിലും പോണേ ഈ പോക്കിന് പൊക്കോണം. അതിനുള്ള സമയമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, സുഹൃത്തേ, മാതാവേ, പിതാവേ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം.
കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. കാരണം അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. അതിനൊരു തെളിവ് എന്തുവാ? രക്ഷിപ്പാൻ കഴിവെന്ന് പറയാൻ ഒരു തെളിവ്, ഇവിടെ വന്ന് രക്ഷിക്കാന്ന് പറഞ്ഞ് വന്ന സകല ആൾക്കാരും മരിച്ച് മണ്ണോട് ചേർന്നപ്പോൾ മരിച്ച് ആമേൻ സ്തോത്രം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, അത് നസ്രയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. ഏത് വ്യക്തിയെയും കർത്താവ് രക്ഷിക്കും. ഏത് മഹാഭാവിയെയും ആമൻ കർത്താവ് അവൻ്റെ പാപം ക്ഷമിച്ച് ചേർത്തണയ്ക്കും. രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ നസ്രയനാകുന്ന യേശു ക്രിസ്തു. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. അതെ, ഇനി ആരാ സുവിശേഷം കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. 49-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇത് ഞാൻ എല്ലാ യോഗങ്ങൾക്കും പ്രാരംഭത്തിൽ പറയുന്ന കാര്യമാകും, ഒന്നുകൂടെ ആവർത്തിക്കുക. എനിക്ക് തോന്നുന്നത് ഒത്തിരി വർഷം കൂടിയിരുന്ന ഇവിടെ സുവിശേഷ യോഗം നടക്കുന്നെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഇത് പറഞ്ഞേ നോക്കുള്ളൂ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. ഒരു വിഭാഗക്കാര് മാത്രം കേൾക്കാനല്ല. കത്തോലിക്കരും യാക്കോബക്കാരും CSIക്കാരോ അല്ലെങ്കിൽ പെന്തിക്കോസുകാരോ ബ്രദറുകാരോ മാത്രം കേൾക്കാനല്ല. റോമൻ കാത്തലിക്സ് മാത്രം കേൾക്കാനല്ല. യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, CSI, ആംഗ്ലിക്കന്, സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കൽ, മാർത്തോമ, ഇവര് മാത്രം കേൾക്കേണ്ടതല്ല. ആമൻ സ്തോത്രം. ആമൻ ക്രിസ്ത്യാനികളെന്ന് പേരുകൊണ്ടുള്ളവർ മാത്രം കേൾക്കേണ്ടതല്ല. സകല ജാതികളും ഇത് കേൾക്കണം. നാനാജാതി മനസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ആമേ ശ്രേഷ്ഠമേറിയ രാജ്യമാണ് ഈ മഹാഭാരതം. ഇതുപോലെ മതങ്ങളുള്ള, ഇതുപോലെ ജാതികൾ, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം വേറെ ഇല്ല, ഉലകത്തിലില്ല. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും യശസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി ദൈവമക്കളും പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. സ്തോത്രം. നമ്മുടെ ഈ രാജ്യത്തെ ദൈവം കാക്കണം. ഈ ഇന്ത്യ രാജ്യത്തെ ദൈവം സൂക്ഷിക്കണം. അതിർത്തി കാക്കുന്നവരെ ദൈവം കാക്കണം. പ്രധാനമന്ത്രി, അതുപോലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ചുമതലപ്പെട്ടവര്, വ്യോമസേന, കരസേന, നാവികസേന, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പോലീസ് അധികാരികൾ, ചീഫ് ജസ്റ്റിസ് എന്ന് വേണ്ട, ഓരോ സംസ്ഥാനത്തിലെ ഗവർണർമാര്, മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണത്തിന്റെ ഭരണമുള്ളവർ എന്ന് വേണ്ട സകല ആൾക്കാർക്കും വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ നാനാജാതി മനസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഈ ഭാരതത്തിൽ അനിഷ്ട സംഭവങ്ങളോ അനർത്ഥങ്ങളോ ഉണ്ടാകരുത്, ഭീകരപ്രവർത്തനം ഉണ്ടാകരുത്, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന, രാജ്യത്തെ തകർക്കുന്ന ഒന്നും ഉണ്ടാകരുത്. ശാന്തമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഈ രാജ്യത്ത് ജീവിതങ്ങൾ ചരിക്കുകയും ജീവിക്കുകയും ചെയ്യണം. അതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ഇതുപോലെ മതങ്ങൾ, ജാതികളുള്ള ഒരു രാജ്യം ലോകത്തിലില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. ഞാൻ ജാതിയൊന്നും പറയുകയല്ല, എനിക്കതിനോട് വലിയ താല്പര്യവുമില്ല. സ്തോത്രം. എന്നാലും ഇപ്പോഴത്തെ കാലവും രീതിയും സാഹചര്യം അനുസരിച്ച് പറയുക, എല്ലാവരും ഇത് കേൾക്കണം. സ്തോത്രം. ആട്ടെ, സകല ജാതികളും കേൾക്കേണ്ട കാര്യമാണ് സുവിശേഷം. അല്ല, കേൾക്കാൻ കൊള്ളാവുന്നതും സുവിശേഷമാണ്. മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. നമ്മൾ ഈ അടുത്തിരുന്ന് പറയുന്നതൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. നമ്മൾ പറയല്ലേ, എന്തുവാ പറഞ്ഞ്, അത് വേറൊരു വിഷയം പറഞ്ഞതാ, എന്തുവാ, അതെല്ലാവരും കേൾക്കാനൊന്നും യോഗത്തിനിടയിൽ ഇരുന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മൾ പലതും പറയുന്നത് എല്ലാവരും കേൾക്കാനൊന്നും. ചില അമ്മമാര് വർത്താനം പറയുമ്പോൾ പിള്ളേർ, എന്തുവാടാ മൂത്തവർ വർത്താനം പറയുന്നതിനിടെ, അതിനാ നിനക്ക് കേൾക്കാൻ പറ്റുന്നതല്ല, പോ ഉണ്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും കേൾക്കാൻ പറ്റാത്ത കാര്യമാ പലതും പറയുന്നേ. പത്രമെടുത്ത് വായിച്ച് കേൾക്കാനും വായിക്കാനും കൊള്ളാവുന്നതാണോ എല്ലാം. ക്രിസ്മസ് കഴിഞ്ഞു, പിറ്റേന്ന് എത്ര അപകടമാണ് നടന്നത്. വായിക്കുമ്പോൾ സങ്കടം വരിക, കാണുമ്പോഴും സങ്കടം വരിക. ഇനിയിപ്പോൾ ന്യൂ ഇയർ, എൻ്റെ ദൈവമേ, മുട്ടിനങ്ങ് ബാറ് തുടക്കുക. അതെ, മുട്ടിനങ്ങ് ബാറ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ? നിങ്ങളും പോയി അടിക്കുന്നുണ്ടായിരിക്കും, ഉണ്ടായിരിക്കുന്നത്. മുട്ടിനാ.
മെയിൻ റോഡിന്റെ സൈഡിലെല്ലാം ബാറ് എന്ത് അപകടമാണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മുഴുവൻ അപകടങ്ങളാണ് അവിടെ. കൂടുതൽ അപകടമാണ് നടക്കുന്നത്. ഞാനവിടെ മിക്കപ്പോഴും പോകുമ്പോൾ അവിടെ അപകടമാണ്. കുമ്പനാട്ടിന് പോകുമ്പം പാടത്ത് പാലം കഴിഞ്ഞ് വളരെ പേടിച്ചാ പോകുന്നത്. നിൽക്കുന്ന നിപ്പിലാണ് എടുത്ത് ചാടുന്നത്. നിൽക്കുന്ന നിപ്പിൽ. കാരണം എത്രയും പെട്ടെന്ന് മേടിച്ചോണ്ട് പോകണം. മറ്റവർ കൂടെ വിളിക്കുക, കിട്ടിയോടാന്ന് ചോദിച്ചു. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ ലൈനിൽ നിൽക്കുക, പെട്ടെന്ന് ഇവിടെ മറ്റവൻ അവൻ ഇത് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുകയാന്ന്. അപ്പം ഇവനും വിറച്ച അങ്ങോട്ട് ചെല്ലുന്നത് ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, മുഴുവൻ പ്രശ്നമല്ലേ? ഇന്നാണോ ഇന്നലെയാണോ പേപ്പറിലാന്നോ വാർത്തയിലാന്നോ വന്നത്? സ്തോത്രം, ഞങ്ങളുടെ ഇനി ഏതോ ഒരു പാർട്ടിക്കാർ പറഞ്ഞ് ഇനി മദ്യപിക്കരുതെന്ന് അവർ തീർപ്പ് കൽപ്പിച്ചെന്ന്. ഏത് പാർട്ടിയാ സാമേ? ഇന്നാണോ ഇന്നലെയാണോ ഞാൻ വായിച്ചോ? സന്തോഷ് ബാസു വായിച്ചോ? പാർട്ടിക്കാർ തീരുമാനിച്ചു ഇനി പാർട്ടിയിലുള്ള ആരും എന്നാ പിന്നെ ഇതങ്ങ് നിർത്തിയാൽ പോരെ. നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. ഇല്ല, ഇനിയും വെളിയിൽ നിൽക്കുന്നവരെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒന്ന് കാണണേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ മരത്തില്ല, ഞാൻ ഇതിലേ അങ്ങ് പോകും. ഇതൊരു വഴിയല്ലേ? ഞാൻ അതിനല്ലേ ഞാൻ ആദ്യം നോക്കി ഇതിലേ വഴിയുണ്ടോ എന്ന്. അപ്പൊ ഒരു കാര്യം പറയാ, ദൈവത്തിന് മഹത്വം. സകല ജാതികളും ഇത് കേൾക്കണം. കേൾക്കാൻ പറ്റാവുന്ന വാർത്ത സുവിശേഷമാണ്. നമ്മുടെ ചെവിക്ക് കർണത്തിന് സുഖം തരുന്ന വാർത്ത ഇതാ. മറ്റേതൊന്നും അത്ര സുഖമുള്ളതല്ല. ഇത് ചെവിക്ക് അസ്വസ്ഥതയാ. പണ്ട് നളചരിതത്തിലാന്ന് തോന്നുന്നൊരു ശീല ഇങ്ങനുണ്ട്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ ഒരു വരിയുണ്ട്, ചലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാകുകരസരസൈരിഭം, അതിദുഃഖ കാരണമെന്നാരാമ സഞ്ചാരണം. പണ്ട് പഠിച്ചതാ. സുമൻ പഠിച്ചല്ലോടാ. പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ചലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാകുകരസരസൈരിഭം, അതിദുഃഖ കാരണമെന്നാരാമ സഞ്ചാരണം. പണ്ട് പഠിച്ചതാ. പൂന്തോട്ടത്തിലേ നിന്നപ്പം അവിടുന്ന് അരയന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ പുള്ളിക്കാരി ഇത് കണ്ടേച്ച്, നിങ്ങൾ പണ്ട് പഠിച്ചതാ. മിന്നൽ കൊടിയിറങ്ങി വരികയോ, വിധുമണ്ഡലമിറങ്ങിക്ഷിതിയിൽ പോരികയോ, സ്വർണവർണ്ണമാന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്കിത് നല്ല പീയൂക്ഷരികയോ, തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചതാ. അപ്പൊ അതിലെ ഒരു വരിയാ, ജലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ശൂലം ചെവിക്കാത്തോട്ട് കയറ്റുന്നത് പോലെ അസ്വസ്ഥതയാണ് ഈ കുയിലിൻ്റെയൊക്കെ നാദമൊക്കെ പുള്ളിക്കാരിക്ക്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാർത്തകളെല്ലാം ചെവിക്കകത്ത് ശൂലം തുളച്ചു കൊല്ലുന്നത് പോലെ നമ്മളെ വേദനപ്പെടുത്തുന്ന, അസ്വൈര്യതയുണ്ടാക്കുന്ന, സ്വൈര്യക്കേട് വരുത്തുന്ന വാർത്തയാ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളുടെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാ. സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, അത് നിർമ്മല സുവിശേഷമാ. ആ സുവിശേഷം യേശു ക്രിസ്തു. ആ മനുഷ്യൻ എന്തിന് ഈ സുവിശേഷം? സകല ജാതികളും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ലൂക്കോസ് 2:10 കേട്ടാലുള്ള ഗുണം 2:10 പെട്ടെന്ന്. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാന്നറിയാമോ? നിനക്ക് സന്തോഷം ഉണ്ടാകും.
ജീവിതത്തിന്റെ നിരാശയും ഭാരങ്ങളും തകർച്ചയും തളർച്ചയും മാറി അവൻ സന്തോഷദായകമായ ഒരു ജീവിതം നയിപ്പാൻ അവൻ മനുഷ്യനെ ഒരുക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് എവിടെയും ആരോടും എപ്പോഴും പറയാൻ പറ്റുന്ന ഒറ്റ വാർത്തയുള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷമായി ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും ഇവിടെ കേൾക്കുന്നത്. പിന്നെ വരുന്നവരുടെ ശൈലിയും രീതി അനുസരിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിനെ ഉയർത്തുക. ഇന്ന് രാത്രി അങ്ങനെയുള്ള ആ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യമാണ് വായിച്ചത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഈ വാക്യമെല്ലാം മനപാഠമാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ 4 പുസ്തകത്തിലെ ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ നടന്ന സംഭവങ്ങളുടെ ചരിത്രമാണ്. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം ചരിത്ര പുസ്തകം, ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ക്രിസ്തുവേശുവിന്റെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ജീവിത ചര്യകൾ, അവിടുത്തെ ശുശ്രൂഷകൾ, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ ഉയർപ്പ്, ആമേൻ, സ്തോത്രം, സ്വർഗാരോഹണം, ഇതെല്ലാം ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. മത്തായി സുവിശേഷം നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഒടുവിലത്തെ അധ്യായം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, മരിച്ചു, സ്തോത്രം, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് അവിടുന്ന് സ്തോത്രം പ്രത്യക്ഷനായി, ആമേൻ, ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്വർഗത്തിലേക്ക് പോകുന്നത് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുക. ദൈവത്തിന് മഹത്വം. ലൂക്കോസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. മത്തായി യേശു ക്രിസ്തു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. മർക്കോസ് ക്രിസ്തുവേശുവിന്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തി. ലൂക്കോസ് യേശുവിന്റെ പൂർണ്ണ മനുഷ്യനാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തി. വ്യത്യസ്തമായിട്ട് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. അതാണ് യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത്. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹത്വം യോഹന്നാൻ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അടയാളം ചെയ്ത ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു നിരവധി അനവധി അത്ഭുതം ചെയ്തു, അല്ലെങ്കിൽ അടയാളം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഈ വാക്യമെല്ലാം മനപ്പാഠമാ. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിന് ആ 25-ാം വാക്യം വായിച്ചോ. 21-ന്റെ 25 യോഹന്നാന്റെ സുവിശേഷം. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. യേശു ക്രിസ്തു ചെയ്ത മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി ഓരോന്നായിട്ട് എഴുതിയാൽ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ 1 or 2 അത്ഭുതം ചെയ്ത് പരുവക്കേടായി പോയ ആളല്ല യേശു. അവിടുന്ന് നിരവധി അനവധി അത്ഭുതം ചെയ്തു. വന്ന രോഗികളെ എല്ലാം യേശു സൗഖ്യമാക്കി. മുടന്തര് അവൻ ചാടി. ഊമർക്ക് സംസാരശേഷി കൊടുത്തു. ചെകിടർക്ക് കേൾവി കൊടുത്തു. അവൻ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി. മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വേണ്ട അനവധി നിരവധി ആമൻ സ്തോത്രം അത്ഭുതം ചെയ്തവനാ നസറയനാകുന്ന യേശു. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരരയ്യായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ. എനിക്ക് ശ്രദ്ധിക്കണേ, എനിക്ക് ഇത് ക്ലിയറായിട്ട് ചെലപ്പിച്ച് നിൽക്കുന്നു. എനിക്ക് അങ്ങനെയൊക്കെ പറയാനേ അറിയാവുള്ളൂ. ഇതിൻ്റെ ഭാഷ എനിക്ക് അറിയത്തില്ല. ചെലമ്പിച്ച് നിൽക്കുന്നു. എനിക്ക് ക്ലിയർ, അക്ഷരങ്ങൾ പദങ്ങൾ എനിക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പൊ അങ്ങനെ ആക്കിത്താ.
കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാപ കാഴ്ചയും നൽകി, നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞു കർത്തു, ഭക്തരായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. മോനെ, ഇനി ഞാൻ പാട്ട് പാടും. അന്നേരം ഇതിൻ്റെ എല്ലാം ശബ്ദം ഇച്ചിരി താഴെ നിൽക്കണം. എൻ്റെ ശബ്ദം കൊള്ളുകയില്ലെന്ന് എനിക്കും അറിയാം, മോനും അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് മേളിൽ നിൽക്കണം. ഇവരുടെ എല്ലാം ഇതിൻ്റെ എല്ലാം ശബ്ദം ഇച്ചിരി താഴെ, കണ്ടവാനം താക്കണ്ട എൻ്റെ പരുവത്തിൽ. യേശുക്രിസ്തുവിന്റെ അടുക്ക വന്ന് ആരും നിരാശയോടെ പോയിട്ടില്ല. നിരവധി അത്ഭുതം യേശു ചെയ്തു. കുഴപ്പമില്ല, പുള്ളി പറഞ്ഞ അത് പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിരവധി അത്ഭുതം. ഞാൻ ഇരുന്നിട്ട് ശരിയാകുന്നില്ല, അതാ ഇവരും നോക്കട്ടെ. നിരവധി അത്ഭുതം യേശു ചെയ്തു. ചെയ്തതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ഒന്നുകൂടെ വായിച്ചോ, 25-ാം വാക്യം പെട്ടെന്ന് വായിര്. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ, ഓരോന്നായിട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിരവധി അത്ഭുതം യേശു ചെയ്തു. എല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല. എന്നാൽ കടഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത് ഏതാനും ചില അത്ഭുതങ്ങളാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതെന്തിനാ എഴുതിയിരിക്കുന്നത്? 20-30 വായിച്ച 20-30. അതെല്ലാം ഞോണ്ടി വരുമ്പോ സമയം എടുക്കും. ബൈബിൾ എടുക്കും. പിന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. ആരും അറിയാതെ ചെയ്തേച്ചു പോയതല്ല. ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ എല്ലാരും കാണുകയാണ്. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തന്മാരും മിക്കവരും ആരും കാണാത്ത അത്ഭുതങ്ങളാ. ഉദരത്തിനകത്ത് ആര് കയറി കാണാനാ? ശരീരത്തിനകത്ത് എതിർക്കുകയല്ല. യേശു ചെയ്ത മിക്ക അത്ഭുതം എല്ലാവരും കാണത്തക്ക വിധമാണ്. 38 ആണ്ട് കിടന്നുകൊണ്ട് കിടക്കെടുത്ത് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടു. ഒരു കൂനിത്തള്ള വന്നു, ആയുസിന് വരാത്തൊരു തള്ള. യേശു പറഞ്ഞു, നിന്റെ ബന്ധനം അടിച്ചെന്ന്. തള്ള നല്ല വടിക്കമ്പ് പോലാ പോയത്. എല്ലാവരും കണ്ടോണ്ടായിരിക്കുന്നത്. ഇന്നെങ്ങാനും ഈ തള്ള വരിക, നമ്മളെല്ലാ യോഗത്തിനും തള്ളയെ പൊക്കുകയും താക്കുകയും ചെയ്തനം. അമ്മ പൊക്ക് താന്നാട്ടെ തള്ളയ്ക്കും ഇത് ഇഷ്ടമാണ്. പക്ഷെ ഇനി എവിടെ എന്നെ പൊക്കുകയും താക്കുകയും ചെയ്യുന്നത്? യേശു ചെയ്ത അത്ഭുതങ്ങളല്ലേ എല്ലാരും കാണുകയാ ചെയ്തത്. ഒന്നുകൂടെ വായിച്ചു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. അടുത്തവ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും വിശ്വസിക്കണം. ശബ്ദപരിധിയിൽ കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കണം. ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകാനായി എഴുതിയിരിക്കുന്നത്. യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത് സകല ആൾക്കാരും യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള യോഹന്നാന്റെ സുവിശേഷം ഓരോ അധ്യായത്തിലും യേശുവിൻ്റെ അത്ഭുതവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുക. നിങ്ങൾക്കറിയാം, നമ്മൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വായിച്ചത്. 1-ാം അധ്യായത്തിലെ വിഷയം ലോകപാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം.
4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം, 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം, 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം, 11-ാം അധ്യായവും 12-ാം അധ്യായവും ചേർത്ത് പിടിച്ചാൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ച ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായം അന്ത്യത്താടെ നമ്മൾ കാണുക. ആമേൻ. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ കർത്താവ് കൂടപ്പെട്ടവരോട് കേൾക്കുന്നവരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് സ്വോത്ര കാഴ്ച കഴിഞ്ഞ് പറയാം. എന്നാ പാട്ട് പാടിയ പുള്ളിയോട് ചോദിക്കാം. ഓടിച്ച് പറയാം. കടിച്ചവൻ തന്നെ വിഷമെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 13-ാം അധ്യായ വിഷയം എനിക്കറിയാമോ? പിന്നെ അവൻ പറയാം, എന്നോട് മാത്രം ചോദിച്ചില്ല, എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്കി പറഞ്ഞ പെസകായ. പെസക. യേശുവും തന്റെ ശിഷ്യന്മാരും പെസക ആചരിക്കാൻ പോവുക. അപ്പോൾ ഈ പെസക ആചരിക്കുന്നതിന് മുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരാദ്യം വന്ന് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസക ഒരുക്കേണ്ടതിന് സ്ഥലം? അത് ചോദിക്കാൻ കാര്യം, കയറിക്കിടക്കാൻ ഇടമില്ല, യേശുവിനെ യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല, ഒന്നുമില്ല കയ്യില്. ജന്മസ്ഥലം വഴികം പല്ലം ശയ്യ ഗൃഹം പുൽക്കൂടാക്കി. ജന്മ സ്ഥലം വഴികം പല്ലം. ജന്മസ്ഥലം വഴികം പല്ലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ. അപ്പൊ ശ്രദ്ധിക്കുക, കേറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല, യോഗം നടത്താൻ ഇടമില്ല. മിക്കപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് പട്ടിണിയാ. ചിലര് അത്താഴത്തിന് വിളിച്ചു, ചിലര് മുത്താഴത്തിനും വിളിച്ചു. അതെല്ലായിടത്തും ഇല്ല. മിക്കപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് വിശന്ന് പ്രാണം തല്ലിയ ഇതുങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിശപ്പിന്റെ കാഠിന്യ നിമിത്തമാ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചെന്നാ നമ്മുടെ ആൾക്കാരും അങ്ങനെയുണ്ട്. കൈ കഴുകാതെ ആദ്യം കഴിക്കുന്നത്, പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന വെള്ളം എവിടാന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലായി കൈ കഴുകാതെ ആ ബേബിക്കുട്ടി. മിക്കവരും അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാച്ചാ വെള്ളം എവിടാന്ന്. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരും എനിക്ക് തോന്നുന്നത് വിശന്ന് പ്രാണം തല്ലുന്നതാണ്. അതുകൊണ്ട് ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. പിന്നെ കൈയൊക്കെ കഴുകണേ, കുളിക്കണേ, വീറും വൃത്തിയായിട്ട് നടക്കണേ. ഓപ്പണായിട്ട് അങ്ങ് പറയാൻ ചിലർക്ക് ഇഷ്ടമല്ല. എന്നാലും ചിലർ ഈ വിശുദ്ധ യമ്മനം തരും അങ്ങ് നാറ്റമാ. പിന്നെ ശ്വാസം പിടിച്ച വിശുദ്ധ യമ്പനം സാധാരണ കൊടുക്കുമ്പം പറയും മാറാനാഥ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാനൊക്കെ അല്ല. മാറാനാഥ എന്ന് പറഞ്ഞാൽ നാഥ പറയുമ്പോൾ അകത്തോട്ടാ, അത് നമ്മൾ അകത്തോട്ട് എടുക്കുക. അതുകൊണ്ട് നാ പറയുന്നില്ല, മാ അങ്ങോട്ടിരുന്നോട്ടെ. അത് നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. ഇവര് കൈ കഴുകാനായി ഭക്ഷണം കഴിച്ചേ, വിശപ്പ് കൊണ്ടായിരിക്കും. ഒരിക്കൽ വിശന്നിട്ട് ആരുടെയോ വയലിലിറങ്ങി കതിരി പറിച്ച് തിരുമ്മി തിന്നു. അപ്പോൾ ഇതാണ് യേശുവിന്റെ മാർഗം. ചുരുക്കി പറഞ്ഞാൽ സ്ഥലമൊന്നുമില്ല. ഒരിക്കലെ കർത്താവ് പറഞ്ഞ പടകൊരൽപ്പം നീക്കി ഞാനൊന്നിരുന്ന് സംസാരിക്കട്ടെ. ഒന്നുമില്ല. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ നമ്മുടെ കർത്താവ്.
അപ്പൊ ശിഷ്യന്മാർക്ക് ഇടയ്ക്ക് ഒരു ചിന്തയുണ്ട്, പുള്ളി ഇല്ലില്ലെന്ന് പറഞ്ഞാൽ എന്തേലുമൊക്കെ കാണും. ഇല്ലെന്നൊക്കെ പുള്ളി ചുമ്മാ പറയുന്ന അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു 1 കോടി രൂപ കിട്ടിയെന്നാ ഞാൻ അറിഞ്ഞെന്ന്. ഒരു സഹോദരി അവക്ക് ഭ്രാന്ത, അത് വേറൊരു വിഷയം. 1 കോടി രൂപ എന്നോടാ പറഞ്ഞത്. നിങ്ങൾ വേണ്ടുന്നില്ല, നള്ളക്ക് വട്ട. എന്നാലും പിന്നെ നമ്മളെ പറ്റി അങ്ങനെ ഒരു ധാരണയുള്ളത് നല്ലതാ. ഗതിയും കത്തി എന്തോരം എഴാത്തൊരുത്തനാ, അത് വേണ്ട. പൗലോസ് പറഞ്ഞുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് തെളിയിച്ചു കൊടുത്തു ഒന്നുമില്ലെന്ന്. ഒരിക്കൽ യേശു പറഞ്ഞല്ലോ, കുറുനരികൾക്ക് പറ എന്ന് വായിച്ചിട്ടില്ലേ? കുറുനരികൾക്ക്, ആകാശത്തിലെ പറവജാതിക്ക്. നിങ്ങൾ മനഃപൂർവ്വം പറയാത്തതാണോ? നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. പൂവിലുണ്ടിവനോ തലചായ്വതിനായി കുരിശല്ല, നീ പാരിൽ സ്ഥാനമില്ല. പൂവിലുണ്ടിവനോ തലചായ്വതിനായി കുരിശല്ല, നീ പാരിൽ സ്ഥാനമില്ല. കുരിശും നിജതോളിലടു ഒരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ ശ്രദ്ധിക്കുക, യാതൊന്നുമില്ല. ഒരു ദരിദ്രനായിട്ടാണ് ഇവിടെ ജീവിച്ചത്. കൊരിന്ത്യലേഖനത്തിൽ അങ്ങനെയാണല്ലോ വാക്യം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കാൻ. അപ്പൊ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവിടുന്ന് അങ്ങനെ ജീവിച്ചത്. അതുകൊണ്ടാ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസഹ ഒരുക്കാൻ ശാല? അപ്പൊ കർത്താവ് പറഞ്ഞു, അത് നിങ്ങൾ എതിരെയുള്ള ഉറക്കെ പറ അമ്മേ, ഉറക്കെ പറയാമേ. എന്നിട്ട് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കാണണം. പെസഹായ്ക്ക് കഴുത അത്യാവശ്യമാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും പെസഹായ്ക്ക് ഒരു കഴുത. അതെ, എന്നാലും എന്തേലും ഒക്കെ പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒന്നും മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. എന്തേലും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങള് നഗരത്തിൽ ചെല്ലണം. അപ്പോൾ നഗരത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തനെ 1 കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. 1 കുടം വെള്ളം കോരിക്കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. നേരെ അവന്റെ കുടവും വെള്ളവും തള്ളി താഴെ ഇട്ടച്ച്, ഇപ്പോഴാണോടാ വെള്ളവും കോരിക്കൊണ്ട് എന്റെ മുന്നിൽ കൂടെ? അല്ലല്ല, അവൻ 1 കുടം വെള്ളവും കോരിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ അവന്റെ പിറകെ ചെല്ലണം. അവന് കോതുകാല് വെക്കരുത്. നമ്മളായിരുന്നേ സൂക്ഷം. അന്നേരം നമ്മളത് ഫോട്ടോ എടുത്തുവെച്ച് വാട്സപ്പിലിട്ട് ലോകക്കാരെ മുഴുവൻ കാണിക്കും. കണ്ട് അവൻ കുടവും വെള്ളമായിട്ട് വീണ് കിടക്കുന്നു. എന്നെ പറഞ്ഞ് വീണത് ഞാൻ കണ്ടു, പിന്നെ എൻ്റെ തെളിവുണ്ടെന്ന്. കുടം തേണ്ട കിടക്കും. ഉടനെ വേറൊരാൾ ചോദിക്കും, പുള്ളി കുടവും വെള്ളമായിട്ട് വീണു. പുള്ളി വീഴാൻ സാധ്യത ഉണ്ട്. പിന്നെ എനിക്കറിയത്തില്ല കുടം ഉണ്ടായിരുന്നോ കുടം ഇല്ലായിരുന്നു. ഞാനും ഇങ്ങനെ കേൾക്കുന്നു പുള്ളി കുടവായിട്ട് പടവോന്ന് വീണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. പിന്നെ അതിനെ പറ്റിയാ എന്നാ കുടവായിരുന്നോ, മങ്കുടവായിരുന്നോ, ചെമ്പ് കുടവായിരുന്നോ, അങ്ങനെയാണല്ലോ ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് പറഞ്ഞു, കോതുകാലൊന്നും വെക്കരുത്. അവൻ കുടവും വെള്ളമായിട്ട് പോകുമ്പോൾ നിങ്ങൾ പുറകെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിൽ കയറും, നിങ്ങളും അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ആ വീട്ടുടയവൻ ചോദിക്കും, എന്നാ ഇതിലെ? അപ്പം നിങ്ങൾ പറയണം, കർത്താവിന് ഗുരുവിന് പെസഹ ഒരുക്കാൻ ശാല എവിടെയെന്ന് ചോദിക്കണം. അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക
മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് വിരിച്ചൊരുക്കിയ വന്മാളിക എന്ന. അങ്ങനെയോ ദൈവദാസി മർക്കോസ് 14:15 വായിച്ചേ. 12 മുതൽ വായിക്കണം. കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചു. അപ്പം മനസ്സിലാകും 15 എടുത്ത് വായിക്കേണ്ടത്, എങ്കിലും 12 മുതൽ വായിച്ചു. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ചോദിക്കണം. അടുത്ത വാക്യം, അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. 15-ാം വാക്യം അങ്ങനല്ലേ? 15 ഒന്നുകൂടെ വായിച്ചേ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. വിരിച്ചൊരുക്കിയ വൻമാളിക. എനിക്ക് തോന്നുന്നത് മുകളിലത്തെ നില, അപ്പർ റൂം എന്നങ്ങാണ്ട ഇംഗ്ലീഷിൽ. ഒരു ഇംഗ്ലീഷിൽ കേട്ടെ, നമ്മുടെ കൺവേർഷൻ തീരുകയല്ലേ? അങ്ങനല്ലേ? അപ്പർ റൂം എന്നല്ലേ? തെറ്റിയോ? അപ്പർ റൂം വിരിച്ചൊരുക്കുക, ഫർണിഷ്ഡ് എന്ന. അങ്ങനല്ലയോ ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷിൽ കേട്ടെ, ഇംഗ്ലീഷ് നോക്കിക്കേ. ഏതായാലും സമയം പോയി ഇംഗ്ലീഷ് കൂടി ഇരുന്ന് വെച്ച് പോകാം. പിന്നെ മാർക്ക് അത് ഇംഗ്ലീഷിൽ പറയാം. പിന്നെ ചാപ്റ്റർ 40 വേർഡ്സ് 50 ഇരിക്കട്ടെ ഇംഗ്ലീഷ്. പിന്നെ നടത്തം പറഞ്ഞ പുരോഗമനം ഉണ്ടെന്ന്. He will show you a large room upstairs, furnished and ready. എനിക്ക് ഫർണിഷ് എന്ന് കിട്ടിയാൽ മതി. മൊത്തം വായിച്ചാൽ ഞാൻ കൊടയും. ഇത് തന്നെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്ന എങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. എന്തിനേറെ സമയമായപ്പോൾ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവും ശിഷ്യന്മാരും ഈ വിരിച്ചൊരുക്കിയ വൻമാളിക ചെന്നു. എൻ്റെ ഒരു ഭാവനയാ, അങ്ങനെ ആണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു, ശിഷ്യവൃന്ദങ്ങളെല്ലാം ഇരിക്കുക. അപ്പം ഇവരിങ്ങനെ ഇരിക്കുമ്പം ഈ വീടും ചുറ്റുപാടും, 1 ഇത് പട്ടണത്തിലെ വീടാണ്, 2 വൻമാളികയാണ്, 3 മേളിലത്തെ നിലയാണ്, 4 ഫർണിഷ്ഡ് ചെയ്ത റൂമാണ്. അപ്പം ഇതെല്ലാം അതിൻ്റെ വിശേഷതയാണ്. ഈ ശിഷ്യവൃന്ദങ്ങളെല്ലാം കൂടെ ഈ മുറിക്കകത്ത് കയറി. ഇവരിൽ മിക്ക പേരും വലിയ വീടും ചുറ്റുപാടും ഉള്ളവരല്ല. മിക്കവരും ഗലീലക്കാരാ, തന്നെയുമല്ല മുക്കുവന്മാരാ, മത്സ്യബന്ധനമാ. അപ്പൊ എന്റെ ഭാഷ പറഞ്ഞ വലിയ വീടോ ചുറ്റുപാടോ പട്ടണവാസികളോ ഒന്നുമല്ല, സാധാരണക്കാരാ, വെറും സാധാരണക്കാരാ. അപ്പൊ ഇങ്ങനെയുള്ള ഇവര് ഈ പട്ടണത്തിൽ ചെന്നു, ഈ വീട്ടിൽ ചെന്നു. മീൻ പിടിക്കുന്നവരും വള്ളവും മലയും നയമ്പും കടപ്പുറത്തെ ജീവിതവും അവിടുത്തെ സംസാരവും ആ ശൈലിയും ആ രീതിയും ജീവിത ശൈലികളാണ്. ഇങ്ങനെയുള്ള ഇവര് പട്ടണത്തിൽ ചെന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. പണ്ട് കുചേലവൃത്തത്തിൽ ഒരു വരിയുണ്ട്. കുചേലൻ കൃഷ്ണനെ കാണാൻ പോയപ്പം അങ്ങോട്ട് ചെന്ന് പുള്ളി ദരിദ്രനാ ഈ വിപ്രൻ. അപ്പം ദാരിദ്ര്യത്തൊക്കെ അനുഭവിച്ച അങ്ങ് ചെന്നു. ആരൊക്കെ കഥയാ. അവിടെ ചെന്നപ്പം ഈ പട്ടണമെല്ലാം കൂടെ കണ്ടപ്പം പുള്ളി അന്തം വിട്ടു പോകുന്ന. അത് വാര്യരെ കൊടുത്തിരിക്കുന്നത്, പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. പുള്ളി ദാഹിച്ചമ്മച്ചെന്നു ആ ചെന്നത്. പക്ഷെ ഈ പട്ടണമെല്ലാം കൂടെ കണ്ടപ്പം പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. അപ്പൊ ശ്രദ്ധിക്കുക, എന്ന് പറഞ്ഞതുപോലെ ഈ ശിഷ്യന്മാര് ഈ വലിയ വീട്ടിൽ, പട്ടണത്തിൽ വലിയ വീട്ടിൽ ചെന്നു. ഈ വീടിന്റെ പണിയും ചുറ്റുപാടും ഇതിന്റെ സാഹചര്യം കണ്ടപ്പോൾ ഇവരാകെ അന്തം വിട്ടു. എൻ്റെ ഭാവനയും കൂടെ ചേർത്ത് പറയുക കേട്ടോ, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ ചൊരുത്തം പറഞ്ഞു, തോമാച്ച ഇത് ഭയങ്കരം വീടാ കേട്ടോ.
ഉടനെ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, ഞാനും വന്നപ്പം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് ഒരുത്തം പറഞ്ഞു, ഈ ഇതെല്ലാം ഈ ഫർണിച്ചറെല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, എല്ലാം തേക്ക് മീട്ടിയ. പുള്ളി പറഞ്ഞ് ഞാനും ശ്രദ്ധിച്ചു. അപ്പോൾ ഒരുത്തം പറഞ്ഞു, ഇത് ലൈറ്റെല്ലാം പ്രത്യേക ലൈറ്റാണ്, കെടുകയും കത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരുത്തം പറഞ്ഞു, ഈ സെറ്റിയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഇരുന്നിട്ട് നല്ല പതാന്നിരിക്കുന്നു. ഞാൻ പണ്ടൊരു വീട്ടിൽ ചെന്നപ്പം ആദ്യമായിട്ട് അങ്ങോട്ട് സെറ്റിയിലിരിക്കുക, എന്തോ സുഖമായിരുന്നു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അവർ കാപ്പി എടുക്കാൻ പോയപ്പോൾ ഞാൻ തന്നെ കുറേ നേരം ഇരിക്കുകയും പൊങ്ങുകയും ചെയ്തു. അവർ കണ്ടില്ല, ഞാൻ ആദ്യമായിട്ട് ഇരിക്കുകയല്ലയോ. ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് കാപ്പി എടുക്കാൻ അങ്ങോട്ട് പോരാ, ഞാൻ തന്നെ കുറേ നേരം ഇരിക്കുകയും. നടന്ന കാര്യമായി പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുക. ഇപ്പോഴും അങ്ങനെ ചില രംഗങ്ങളൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ വീട്ടിൽ കയറി ഇതെല്ലാം കൂടെ കണ്ട് അന്തം വിട്ടു പോയി. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ആട്ടെ അന്ത്രയോസേ, നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, ഇതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ. ഒന്ന് ഒരുത്തൻ പറഞ്ഞു, ആട്ടെ നമുക്ക് ഏതായാലും പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും ഇടയായല്ലോ, അതാ ഏറ്റവും വലിയ ഭാഗ്യം. നീ യേശുവിനെ അറിഞ്ഞതാണ് നിന്റെ ഭാഗ്യം, നീ യേശുവിനെ അനുഗമിക്കുന്നതാ നിന്റെ ഭാഗ്യം. ആരേലും നിനക്ക് 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, നിന്റെ കുടുംബ മഹിമ കൊണ്ടോ, സേട്ടത കൊണ്ടോ, കായബലം കൊണ്ടോ, വിദ്യാനിപുണത കൊണ്ടോ, നിന്റെ അഭ്യാസം കൊണ്ടൊന്നും തരുന്നതല്ല. യേശു ഉള്ളത് കൊണ്ടാ, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തത് കൊണ്ടാ. ആരേലും ബഹുമാനിക്കുന്നെങ്കിൽ, നടന്നു ചെല്ലുമ്പോൾ കസേര വലിച്ചിട്ട് തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നുണ്ടെങ്കിൽ, 10 രൂപ തരുന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ, എൻ്റെ പ്രിയരെ, നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, മഹിമ കൊണ്ടോ, വിദ്യാനുഗുണത കൊണ്ടോ, കഴിവ് കൊണ്ടോ ഒന്നുമല്ല, യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഹല്ലേലൂയ. അനുഭവിക്കുന്ന എല്ലാ നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാനും എന്ത് പകരം കൊടുക്കും? രക്ഷകയുടെ പാനപാത്രം എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദാവീദ് പാടിയതുപോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് രാത്രിയിലും ഞാൻ പറയട്ടെ, നീ ഒരു നല്ല വീട്ടിൽ കിടക്കുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നീ നല്ലൊരു വണ്ടിയായി യാത്ര ചെയ്യുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നീ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എനിക്ക് പാടാനുള്ള ട്യൂണും കൃപയില്ലെങ്കിൽ സന്ദർഭം എന്നുകൊണ്ട് പുതിയ പാട്ടാ, എന്നാലും നല്ല പാട്ടാ. അർഹിക്കാത്ത നന്മകളോ കേകിടും ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഞാൻ ഈ വെള്ളത്തുണിയൊക്കെ കൊടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതെന്നു വെച്ചാൽ എല്ലായിടത്തും ഞാൻ പറയുന്നതാ, എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പനോ ഇങ്ങനെ വെള്ളത്തുണി എടുത്തുകൊണ്ട് ഈ റോഡിൽ കൂടെ നടക്കാൻ ഒരു കാലത്ത് അനുവദിക്കുകയല്ലായിരുന്നു. പക്ഷെ ഇപ്പം അന്തസ്സായിട്ട് ആരും ഈ തുണി പറിച്ചു കീറുന്നുമില്ല, പിടിച്ച് വലിക്കുന്നുമില്ല, ഉരിഞ്ഞുകൊണ്ട് ഓടുന്നുമില്ല. സ്തോത്രം. അന്തസ്സായിട്ട് ഈ വെള്ളത്തുണി കൊടുത്ത് നടക്കുന്നതിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായോ? യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. അല്ല, യേശുവിൻ്റെ മാർഗം വന്നത് കൊണ്ടാ നീയും ഞാനും ഇന്ന് രാത്രിയിലും തൻ്റെ ഇടത്തോടും അന്തസ്സോടും ഇവിടെ ജീവിക്കുന്നത്. പിണങ്ങരുത്. പണ്ട് കാലത്ത് ഒരു കണ്ണാടി മേടിക്കാനൊന്നും പലർക്കും മാർഗമില്ല. ഉണ്ടോ? നിങ്ങളുടെ വല്യപ്പനോ വല്യമ്മയ്ക്കോ ഒരു കണ്ണാടി മേടിക്കാനൊന്നും മാർഗമില്ല. പിന്നെ ആരോ ഒരു കണ്ണാടി മേടിച്ചു കൊടുത്തതല്ല, അത് വെച്ചോണ്ട് വേറെ ഒക്കെ വായിച്ചു. ഒരു കാലൊടിഞ്ഞു, ഒരു കാല് പോയപ്പോൾ പിന്നെ ചാക്യാരുടെ ഒരു പരുവത്തിൽ മറന്നുപോയോ? അതാ പരമാർത്ഥം. ഇടയ്ക്ക് ഞെട്ടുന്ന ഞാൻ കണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാ ഇപ്പൊ നല്ല കണ്ണടയെല്ലാം വെച്ച് നല്ല ഇരിക്കുക. അതൊക്കെ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നല്ല തുണി കൊടുക്കുന്നത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഉൾക്കൊള്ളാനൊക്കത്തില്ല, പക്ഷെ അനുഭവിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്.
നീ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. സ്തോത്രം. അച്ചായൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പുറകിലിരുന്ന് അച്ചായനെ ഒരു കൈ കൊണ്ട് അച്ചായനെ പിടിച്ച് സഹോദരൻ ഇങ്ങനെ കാണിച്ചു പോകുന്നതൊക്കെ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. എന്നാലും അച്ചാന നെടുങ്കും നമ്മളവ് വീശി എടുക്കുക. ഇങ്ങനെ ബേക്കുട്ടി നീ വീശുന്നതൊക്കെ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? യേശു നിന്റെ ഉള്ളത്തിൽ വന്നത് കൊണ്ടാ. ആമൻ. നല്ല വീട്ടിൽ കിടക്കുകയല്ലേ, ഫാനെല്ലായിട്ട് കിടക്കുക. ചിലടത്ത് AC, ചിലടത്ത് ഫാന്. പണ്ട് ഈ ചൂട് പിടിക്കുമ്പോൾ എവിടാ ഫാന്? ഒന്നെങ്കിൽ റബ്ബർ തോട്ടത്തിൽ പോയി കിടക്കും ചൂട് കയറിയിട്ട്. അന്നേരം അവിടെ വെയിൽ വന്നു ഉടനെ എടുത്ത് ഇങ്ങോട്ടിട്ട് ഇവിടെ കിടന്നതൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. ഇല്ലേ? സത്യം പറ, സത്യം പറ, സത്യം പറ. ചിലര് പാള കൊണ്ട് വീശി ഊപ്പാട് വന്ന് ഉണ്ട്. പാള കൊണ്ട്. വേറെ ചില അപ്പന്മാര് പറ, എടാ മുറവെടുത്തോണ്ട് വന്ന് കൊച്ചുങ്ങള് ചിത്രത്തിരുന്നാളിനെ വീശുമ്പോൾ അത് ഞാൻ ഇങ്ങനെ കിടക്കുക. മുറവാകുമ്പോ കുറച്ച് ഒഴിപ്പൂതാ ചൊറിഞ്ഞ് കാട്ടിച്ച് ഊപ്പാട് വന്ന് അവസാനം പോയ കാര്യമൊന്നും പറയുന്നില്ല. കാറ്റ് കൊള്ളാൻ പോയ പുള്ളി പിന്നെ അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഫാനൊന്നുമില്ലെന്നേ. പാളയൊക്കെ കമങ്ങിൻ്റെ വാള ഒരെണ്ണം കളയുകയല്ല. അമ്മ പറയടാ കൊച്ചിൻ്റെ വാള ഉടനെ തള്ളി അത് കീറി ഓരോരുത്തർക്കും ഓരോ വാള. എന്നാ ഇത് അച്ചായൻ്റെ വാള, അത് ചെല്ലി പറയില്ലേ, എടി ഞാൻ ഇറകത്ത് വെച്ച എൻ്റെ വാള. ഓ, നിങ്ങൾക്കൊന്നും എല്ലാം ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വന്ന തള്ളമാരാ. വാള കൊണ്ട് വീശിൻ്റെ ഊപ്പാട് വന്നതാ. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം ഇന്ന് രാത്രി പറയാ. അതുകൊണ്ട് ഇപ്പം നല്ല വീട്ടിലൊക്കെ കിടക്കുമ്പോഴേ, ഫാനിൻ്റെ കീഴിൽ കിടക്കുമ്പോഴേ, ഇപ്പം കിടന്നുകൊണ്ട് തന്നെ പിടിച്ച് തിരിക്കുന്നേ 5, 4, 2. ഇപ്പം പിന്നെ തിരിക്കുകയും വേണ്ട, റിമോട്ടാ. മലന്ന് കിടന്നുകൊണ്ട് ഞെക്കുക. അന്നേരം ഞാൻ തമാശ പറഞ്ഞതല്ല. അല്ല, ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ കേട്ടോ. നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. നിന്റെ നിശ്ചയകൂലം എന്തിനാകൂലം കലരും യേശു നായകൻ സമാധാനകായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ. ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി നീ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ശിഷ്യന്മാര് പറഞ്ഞത്, നമ്മൾ പുള്ളിയുടെ കൂടെ 2-3 കൊല്ലമായിട്ട് കൂടിയത് കൊണ്ട് ഈ വലിയ വീട്ടിൽ കയറാനെങ്കിലും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്നുകൂടെ പറയുക. ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ എന്തോ വലിയ വീട്ടിലൊക്കെയാണ് നമ്മളെ കയറ്റിക്കൊണ്ട് കിടക്കാൻ ഇട തരികയും ഭക്ഷണം തരികയൊക്കെ ചെയ്യുന്നത്. ചില വീട്ടിൽ ചെന്നാൽ നമ്മൾ അന്തം വിട്ട് ഇത് വീടാന്നോ എന്തുവാ, അയ്യോ ഭയങ്കരം വീടുകൾ. ഒരിക്കലും വലിയ വീട്ടിൽ കൊണ്ടുചെന്ന് യോഗത്തിന് കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം. പുള്ളി 2-3 വഴിയെല്ലാം കഴിഞ്ഞ് വേറെ കൊണ്ട് അവിടെ ചെന്ന് എന്നാൽ പൊക്കോളാൻ പറഞ്ഞേച്ച് പുള്ളി പോയി. ഒന്നും പോയില്ല. ഓ, ഇതെവിടാ തൊടുന്നത് എന്നതാ, ഇതെവിടാ സ്വിച്ച് എവിടാ, വെള്ളം വരുന്ന ഇതിലേക്കൂടാ, ചൂടാന്നോ തണുപ്പാന്നോ, നമുക്കിത് വല്ലതും വെളിവുണ്ടോ? ആദ്യമായിട്ട് കാണുക. ഞാൻ പിന്നെ എല്ലാം നോക്കിയിട്ടൊന്നും പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബെല്ലുണ്ട് അല്ലച്ചപ്പോൾ പുള്ളി വന്ന് അല്ല ഓക്കെ ഞാൻ പറഞ്ഞു ഒന്നും ഓക്കെ ആയില്ല. ഓക്കെ ആണ്, ഇനി ഇച്ചിരി സമയം കൂടെ വീട്. അപ്പം ഞാൻ ചോദിച്ചില്ലേ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ പുള്ളി പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ ഒക്കെ കാണിച്ചൊരു പരുവത്തിന്. അല്ല കുറ്റമല്ല, അങ്ങനെയുള്ള വീടുകളിലൊക്കെ ചെന്നിട്ടുണ്ട്. അല്ല അവിടെ കയറാനും ഇത് കാണാനും ഒക്കെ ഇടയായത് യേശുവിനെ അറിഞ്ഞുകൊണ്ടല്ലേ. എൻ്റെ ഭാഷ പറഞ്ഞാൽ കുട്ടനാട്ടിൽ ചെളിക്കകത്തും മിക്കവാറും എൻ്റെ ഫാദറിന് കള്ള് ഷാപ്പിൽ ജോലിയാണ്. ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട് യൂണിയൻ ആയതുകൊണ്ട്. ഒന്നെങ്കിൽ അതേ കിട്ടും.
ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ഇഷ്ടമായിരുന്നല്ലേ, ആ നിലയിലൊക്കെ പോകും. അതല്ലെങ്കിൽ പഠിക്കാൻ അത്ര മെച്ചമില്ല, പഠിത്തമില്ല, അതറിയാവില്ല, കേൾക്കുമ്പം പഠിത്തമില്ല. അപ്പൊ പിന്നെ ആ രീതിയിലൊക്കെ പോകാൻ ആ സാധ്യത. പക്ഷേ യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട്, ഉന്നതന്മാരുടെ, ശ്രേഷ്ഠന്മാരുടെ, കുലീനന്മാരുടെ, മിടുക്കന്മാരുടെ, ആമൻ സ്തോത്രം, വിദ്യാ നിപുണന്മാരുടെ, ആമൻ സമ്പന്നന്മാരുടെ ഒക്കെ കൂടെ യാത്ര ചെയ്യുവാനും അവരുടെ വീടുകളിൽ പോകുവാനും പാർക്കുവാനും ശുശ്രൂഷിപ്പാനും എല്ലാം ഇടയായതിന്റെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കർത്താവിനെ അറിഞ്ഞതാ നിന്റെ മാന്യത. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇതിനകത്ത് കയറാനും കാണാനും ഇടയായി. ഒരുത്തൻ പറഞ്ഞു, അധിക നേരം ഇരിക്കണ്ട, പുള്ളി ഇപ്പൊ ഇവിടുന്ന് പോകും, പുള്ളി പോകുമെന്ന് സൂക്ഷം നമ്മളെ ഇവിടുന്ന് ഇറക്കും. പുള്ളി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇരുത്തുന്നത്. അപ്പൊ ചോദിച്ചു, പുള്ളി അങ്ങോട്ട്? പുള്ളി ഇവിടുന്നേ പോകുന്നെന്നാ കഴിഞ്ഞ യോഗത്തിന് പറഞ്ഞേ. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ലെന്നാ കർത്താവ് പറഞ്ഞു. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ കാണുകയില്ല. അതിന് മുമ്പേ പറഞ്ഞു, കഷ്ടാനുഭവങ്ങളിൽ കൂടെ പോകുക, ഞാൻ ഇവിടുന്ന് പോകുക, അതുകൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് കണ്ടോളാൻ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആട്ടെ ജോയ്ക്കുട്ടി, നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, നമുക്ക് ഇത്രയൊരു വീടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, ഇങ്ങനെ കാണാനൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ഓർത്ത് ഈ വലിയ വീടുമൊക്കെ കണ്ട് ഹൃദയം അങ്ങ് കലങ്ങി. ഈ വീടും കൂടെ കണ്ടാ കലങ്ങിയത്. അതുകൊണ്ടാണ് കർത്താവ് 14-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീടൊന്നും കണ്ട് കലങ്ങണ്ട, വേറൊരു വീട് ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ വീട് എല്ലാം സ്ഥിരതയുള്ള വീടല്ല. ലത്തൂരിൽ ഭൂകമ്പമുണ്ടായി, തവിട് പൊടിയായി. കോട്ടയത്തും കഴിഞ്ഞ നാളിലൊക്കെ ചെറുതായിട്ട് ചലിച്ചു. പെരക്കാത്തിരുന്ന സകല എണ്ണവും വെളിയിലിറങ്ങി നിന്നു. അപ്പം ചുമതലപ്പെട്ടവർ പറഞ്ഞു, തുറസായ സ്ഥലത്ത് നിൽക്കുന്ന കുറച്ചുകൂടെ 3 നില വീട് പണിത് മാർബിൾ, രാജസ്ഥാൻ മാർബിളിട്ട അവറാച്ചന് നേരെ പോയി പറമ്പി നിൽക്കുക. പെരക്കകത്ത് കയറാൻ മേല. വായിച്ചതല്ലേ, കണ്ടതല്ലേ? സ്തോത്രം. ഇതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഇവിടുത്തെ വീടും ചുറ്റുപാടും കണ്ട് ഇളകരുത്. ഈ കമ്പിയും മെറ്റലും കുമ്മായോ അല്ലെങ്കിൽ സിമെന്റും ഒക്കെ മെറ്റീരിയലാ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നല്ല ഒരു വീട് ഞാൻ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. വീടൊന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വീടൊന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല, വാക്ക് മാറുകില്ല, താമസിക്കൂ. വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല, വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോന. കൃപയിൻ നിറവായി, കരുണമയനായി, കാരുണ്യവാനായി, രക്ഷകനായി. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി, താഴ്ത്തി മരക്കുരിശിൽ മരണം വരെ. അതേ നേരമില്ല, സമയം പോയല്ലോ. അപ്പൊ ഇവര് ഹൃദയം കലങ്ങാനുള്ള കാര്യം, ഈ വലിയ വീടും ചുറ്റുപാടും ഫർണിഷനായിട്ടുള്ള റൂമും ഇതെല്ലാം കൂടെ കണ്ട് ഹൃദയം കലങ്ങി. അതുകൊണ്ട് കർത്താവ് ഉള്ളമറിയുന്ന പറയുക, ഇതൊന്നും കണ്ട് കലങ്ങി പോകരുത്. ഈ വലിയ വീടും പട്ടണത്തിലെ വീടും ചുറ്റുപാടും കണ്ട് നിങ്ങൾ കലങ്ങരുത്. ഞാനൊരു വീടൊരുക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ഇതാ നമ്മുടെ പ്രത്യാശ. ഹൃദയം കലങ്ങരുത്.
കലങ്ങാനുള്ള കാരണത്തിൽ ഒന്നിതാ. ഇനി കലങ്ങരുതെന്ന് പറയാൻ ഒരു 3 കാരണം അതേ പറയുന്നുള്ളൂ, അത് വിശദീകരിക്കുന്നില്ല. 3 കാരണം. 1, സ്തോത്രം, നമുക്കൊരു ദൈവമുണ്ട്. ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഇന്ന് രാത്രി മനോവേദനയോടെ ദുഃഖത്തോടെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയരെ, ഹൃദയം കലങ്ങരുത്. നമുക്കൊരു ദൈവമുണ്ട്. ഏകദൈവമായ, നിത്യദൈവമായ, സത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, സകല മനുഷ്യരുടെയും ദൈവമായ നസറയനാകുന്ന യേശുക്രിസ്തു. വിവരിക്കുന്നില്ല. ഹൃദയം കലങ്ങരുത്, നമുക്കൊരു ദൈവമുണ്ട്. ഈ ആയുസ്സിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവത്തെ ഭജിക്കുന്നതാണ്, സത്യദൈവത്തെ സേവിക്കുന്നതാണ്. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ പഠിക്കുമ്പോൾ വായിപ്പിക്കുന്നില്ല. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആരുപാടങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. എത്ര പേരുടെ പുറകെ പോയി? ചെല്ലു പറഞ്ഞു, ആണ്ട അവിടെ ശാന്തമ്മ ഇരിക്കുന്നു, ദൈവം കളിച്ചിരിക്കുന്നു. ഉടനെ പറഞ്ഞു, എൻ്റെ ശാന്തമ്മ ഞങ്ങളെ രക്ഷിക്കണേന്ന്. ശാന്തമ്മ ഇത് കഴിയും പറയാ, ഞാൻ വീട് പണി നടത്തോണ്ടിരിക്കുക, എന്നെ രക്ഷിക്കാൻ. ശാന്തമ്മ ഏതാന്ന് പിടികിട്ടിയത്? അന്നേരം ശാന്തമ്മ അവിടെ ദൈവം കളിച്ചപ്പോ തങ്കമ്മ ഇപ്പറ ദൈവം കളിക്കുന്നു. ഉടനെ തങ്കടൊക്കെ അന്നേരം പറഞ്ഞു, ബാബു ദൈവമായിട്ട് അവിടെ ഇരിക്കുന്നെന്ന്. ദൈവം ബാബു എവിടെല്ലാം പോയി, എവിടെല്ലാം ചെന്ന് കയറി. ഗുണം വല്ലവും വന്നോ? നടന്നൂപ്പാട് വന്ന് കാശ് പോയതല്ലാതെ. എന്നാളൊരു ഞാൻ ചോദിച്ചു, എങ്ങനുണ്ട്? എണ്ണ കൂടി ചൂപ്പാട് വന്നെന്ന്. പ്രാർത്ഥിച്ചങ്ങ് എണ്ണ കൊടുക്കുക, നിന്ന് കന്ന് വെള്ളം കുടിക്കും പോലെ കുടിപ്പിച്ച പുള്ളി പറയാം, ഇറങ്ങട്ടെന്ന്. എന്നെ ഇറങ്ങുന്നുണ്ട്, പട്ടാന്നില്ല. എവിടെല്ലാം പോയി, വല്ല ഗുണവും വന്നോ? ഇരമ്യാ പറഞ്ഞ ഒരു ഗുണവും വന്നില്ലെന്നാ. മീകാ പറഞ്ഞിരിക്കുന്നത് സകല മുഖവും വിളറിയിരിക്കുന്നു. എന്നാൽ ഗുണം വന്നത് എപ്പോഴാ? യേശുവിനെ അറിഞ്ഞപ്പോഴാ. അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ജീവനുള്ള ദൈവമാ. ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ നമ്മൾ എവിടെല്ലാം പോയി, എന്തെല്ലാം ചെയ്തു, ഒരു പ്രയോജനവും വന്നില്ല. യേശുവിന്റെ അടുക്ക വന്നപ്പോൾ നിനക്ക് സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി, മനഃശാന്തി ഉണ്ടായി. നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി അതുകൊണ്ട് ഒരു കാര്യം പറയാ, ഹൃദയം കലങ്ങരുത്. കാരണം നമുക്കൊരു ദൈവമുണ്ട്. ഓടിച്ചു നിർത്തുക. താണ്ടെ ബൈബിള് കൊടുത്തേക്കാം, അല്ല ഇനിയും ബൈബിൾ ഇരുന്നിട്ടാ പിന്നെയും പ്രസംഗിച്ചെന്ന് വേണ്ട. സ്തോത്രം. ഹൃദയം കലങ്ങരുത്. അതിന് രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? നമുക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ സ്ഥലം ഒന്നുമില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. നല്ല സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട്. ഞാൻ പോയി സ്ഥലമെല്ലാം ഒരുക്കിയാൽ തിരിച്ചു വരും. ഹൃദയം കലങ്ങരുതെന്ന് പറയാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കർത്താവ് വീണ്ടും വരാൻ പോകുകയാണ്. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർത്ത് കൊള്ളാൻ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു വീണ്ടും വരും. ഒരിക്കൽ യേശു വന്നു. എന്തിന്? പാപപരിഹാരം വരുത്തുവാൻ. വരുത്തിയച്ച് അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത് അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇപ്പൊ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കാൻ വീണ്ടും വരാൻ പോകുകയാ. അവിടുന്ന് തിരിച്ചു വരും. ആര് പോകും? മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശയെടുത്ത് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും.
ആ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശുവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ഒന്നും നേടാനൊത്തില്ലെങ്കിലും കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടണം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം വർത്തിക്കുവാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ മുമ്പേ വായിച്ച തീത്തോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ജീവിക്കണം. ലോക ഇമ്പങ്ങളിൽ, ലോക ആഡംബരങ്ങളിൽ, ലോക മോഹങ്ങളിൽ കുടുങ്ങിപ്പോയാൽ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുകയില്ല. ഭക്തിക്ക് കേടുണ്ടാക്കുന്ന, ഭക്തിക്ക് ഹാനി വരുത്തുന്ന ഒന്നിലും ഇടപെടാതെ ഭക്തികേടും പ്രപഞ്ചമോഹം വർജിച്ചിട്ട് വർജനമാചരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കലങ്ങാനുള്ള കാരണം പലതാ. അതിലൊരു കാര്യമാണ് വീട് കണ്ട് കലങ്ങിയതാ. വീടും ചുറ്റുപാടും കണ്ട് ഹൃദയം കലങ്ങി. നിരാശപ്പെടരുത്, ഒരു വീടൊരുക്കുന്നുണ്ട്. കലങ്ങരുതെന്ന് പറയാനുള്ള കാര്യം പല കാര്യത്തിലും 3 കാര്യം. 1, ആമേൻ സ്തോത്രം, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നുണ്ട്. 3, അതൊരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വന്ന് നമ്മെ ചേർത്തുകൊണ്ട് അങ്ങ് പോകും. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ അല്പസമയങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശു വീണ്ടും വരും, യേശു വീണ്ടും വരും. ഈ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. അവിടുത്തെ വരവിലാരും കൈവിടപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിലാരും ആമേൻ സ്തോത്രം ഉപേക്ഷിക്കപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിനായി നമുക്കൊരുക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാൽ അമ്പരപ്പിനാലിലോ നടുങ്ങിടും നിതാ. അമ്പരത്തിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാൽ അമ്പരപ്പിനാലിൽ ലോകം കൈയടിച്ചു. ഓ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. ഓ നീക്കം ലോകവാഴ്ച യേശു രാജരാജനാ, ഓ സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. ഓ നീക്കം ലോകവാഴ്ച യേശു രാജരാജനായി, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദമേ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങുന്നുവോ. ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദമേ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ബഹുമാനരായ എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും വെളിയിലൊക്കെ ധാരാളം ആൾക്കാർ ശ്രദ്ധിച്ചു. ദേശവാസികൾ, ടൗണിൽ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. 1 മിനിറ്റ് നമ്മുടെ സമാപന യോഗമാണ്. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒക്കുന്നെങ്കിൽ 2 കരങ്ങളും വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.